എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു മീറ്റപ്പിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്ന് വെച്ചാല് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട്, വലുതും ചെറുതുമായ ഒരുപാട് യൂട്യൂബേഴ്സിനെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 2 ബാച്ച് ആയിട്ടാണ് വിളിച്ചേക്കുന്നത്. മെയിൽ വന്ന് അവർ നേരിട്ട് മെയിൽ ഇട്ടിട്ട് അത് കൺഫേം ചെയ്തിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ബാച്ച് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ 2 മണി വരെയുള്ള ബാച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ റെഡി ആവുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് ദിവസമായിട്ട് എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ഫേസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ എന്താ പറയാ ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സംഭവങ്ങളൊന്നും എന്റെ സ്കിന്നിന് പറ്റൂല. അതുകൊണ്ട് നോർമലി നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആരീസ് ഹെർബൽസിന്റെ ഫേസ് പാക്ക്, ആയുർവേദിക് ഫേസ് പാക്ക്, ഇത് എനിക്ക് സൂട്ട് ആവുന്നത് കൂടുതലായിട്ട് എന്താ പറയാ പാലിലാണ് കേട്ടോ. തൈരൊന്നും എന്റെ സ്കിന്നിന് പറ്റൂല, റെഡിഷ് ആയിട്ട് മാറും മുഖം. അതുകൊണ്ട് തന്നെ പാലിൽ അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കുളിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നോർമലി നമ്മുടെ ഓയിലൊക്കെ തന്നെ ആരീസ് ഹെർബൽസിന്റെ ഹെയർ ഓയിലൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കുളിച്ചു വന്നിട്ടുണ്ട്. കുളിച്ചു വന്നതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ളത്, അപ്പൊ നമ്മൾ മിനിമലിസ്റ്റിന്റെ ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്, ഫേസ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ സ്നെയിൽ മ്യൂസിന്റെ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമ്മൾ മുഖം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മിനിമലിസ്റ്റിന്റെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. അതിന് പകരമായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ പ്രൈമറും അതുപോലെ തന്നെ ലൂമിനേറ്റി ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യും. ഇതേ ചെയ്യാറുള്ളൂ, ഞാൻ വേറെ ഫൗണ്ടേഷൻ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതിന് പുറത്ത് നമ്മൾ പൗഡർ ടച്ച് ചെയ്തിട്ട് ഐലൈനർ മുകളിൽ അപ്ലൈ ചെയ്യും. അതൊക്കെ തന്നെ ചെറുതായിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും. ഇത് മാത്രം ചെയ്യാറുള്ളൂ. ഇന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, പോകാനൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ട് നിന്നപ്പോഴേക്കും നല്ല മഴ, അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എന്തായാലും നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം ഞാൻ താജ് മലബാറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ 2 വീലറിനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, 2 വീലറിന് ഒരാളുടെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെയാണ് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ തന്നെ CCOKയുടെ ഗ്രൂപ്പിലുണ്ടായ തുളസി എന്നെയും കാത്ത് വെയിറ്റിംഗിലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ തുളസിയോട് വർത്താനമൊക്കെ പറഞ്ഞു. നമ്മൾ ഇതിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവരൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് തന്നെ. അപ്പൊ ആ ഒരു മെയിലിൽ വന്നിട്ടുള്ള നമ്പർ കാണിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു നമുക്ക് അവര് ആ മെയിൽ വന്നവർക്ക് മാത്രം ഇതേപോലുള്ള ബാൻഡും കാര്യങ്ങളൊക്കെ കെട്ടിത്തരും. ഈ ബാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മുടെ നിഖി ഉണ്ടായിരുന്നു. നിഖിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അങ്ങനെ നിഖിനോട് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറി കേട്ടോ. ഒരുപാട് പരിചയമുള്ള യൂട്യൂബേഴ്സും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരും ഇല്ലാന്ന്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ തുളസി ഞാനും കൂടെയാണ് അകത്തേക്ക് കയറിയത്. അപ്പൊ ആ പുള്ളിക്കാരൻ എന്നോട് ബാൻഡ് കാണില്ല എന്ന് പറഞ്ഞ് ഞാൻ ബാൻഡൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോഴേക്കും കുറെ ആളുകൾ ഉണ്ടായി. ഇത് നമ്മുടെ കൃഷ്ണ അവിയോ ആണ് കേട്ടോ, നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരനോടൊക്കെ കുറെ സംസാരിച്ചു. പിന്നെ ഇവിടെ ചെറിയൊരു സ്നാക്സും ടീയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ എടുത്തു. ഞാനെടുത്തത് ഒരു കോഫിയും നഗറ്റ്സും അതുപോലെ തന്നെ സാൻഡ്വിച്ചും ആണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് വരുമ്പോഴേക്കും നമ്മൾ സലൂനെ കണ്ടു, സിലു ടോക്കിലെ സലൂനെ കണ്ടു. അങ്ങനെ സലൂനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് നമ്മൾ സ്നാക്സ് ഒക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് കേട്ടോ. ഇതൊരു ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പാണ്. അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ഒരു ഷോളും പിന്നെ സിൽവർ കളർ ഓർണമെന്റ്സും ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു പെൻഡന്റും അതുപോലെ തന്നെ ഒരു വാച്ചും പിന്നെ 2-3 സിൽവറിന്റെ തന്നെ റിങ്സും ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞേക്കും. CCOKന്റെ മൊത്തം ടീമും വന്നു. അങ്ങനെ അവരോടൊക്കെ കഥ പറഞ്ഞു. ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോഴേക്കും നെട്ടിപ്പോയി. പൂരപ്പുറപ്പിന്റെ ആളെന്ന് പറയില്ലേ, അത്രയും ജനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഇതിലൊട്ടുമിക്കവരും നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടാനുണ്ടായിരുന്നു. പിന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ രാജേച്ചി വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ രാജേച്ചിനെ നിങ്ങൾ എൻ്റെ വീഡിയോയിലൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്തിട്ടാണ് പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചേച്ചിയോട് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പസിൽസ് ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലിന്റെ പേരൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സംഭവം. അപ്പൊ അതൊക്കെ നമ്മൾ പോയി ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. എന്താ പറയാ, വേറെ കുറെ ആൾ
ആളുകൾ കുറേ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എളുപ്പത്തിലേക്ക് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് നല്ല തിരക്കായിരുന്നു കണ്ടുപിടിക്കാനായിട്ട്. നല്ല രസമുള്ളൊരു ഗെയിം പോലെയായിരുന്നു ഇത് കണ്ടുപിടിക്കുന്ന ഒരു സമയത്ത്. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അവരായിട്ടൊക്കെ നിന്നിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിജയിച്ചത് എന്താ പറയുക, ഒരു പ്രൗഡ് മൊമെന്റ് പോലെ തോന്നി നമുക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചല്ലോ. പിന്നെ നമ്മൾ നമ്മുടെ CCOK ടീമിൻ്റെ കൂടെ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ കോഴിക്കോട് നമ്മുടെ റിൻസി ചേച്ചി ഉണ്ടായിരുന്നു. റിൻസി ചേച്ചി, ഞാനും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ജെറിലുണ്ടായിരുന്നു, തുളസി, രായ് ചേച്ചി, അങ്ങനെ എല്ലാവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പവർ ഹൗസ് തന്നെയാണ്. ആൻഡ് ഐ ട്രൂലി അപ്രീഷിയേറ്റ് ദാറ്റ്. നിങ്ങളുടെ ഈ അൺഡൈയിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത്, ക്രിയേറ്റിവിറ്റിയുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പല സ്ഥലത്തുനിന്നും പല സബ്സ്ക്രൈബേഴ്സ്. മനീഷ് with 8.52 million subscribers, not a small thing. Known for his humorous and insightful long-form content that captivates audiences. With 593 subscribers, a channel focused on fashion, beauty, lifestyle and travel content. നല്ല ഒരു കാര്യം ഇതൊന്നും പോരല്ലേ ഈ കഷ്ടപ്പാടിന്. The vibrant and engaging YouTuber നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ശരണ്യ. Her channel is characterized by a personal and relatable style when she often... Okay. Who is your favorite YouTuber? എൻ്റെ ചാനലിൻ്റെ പേര് ഏവിയേഷൻ മൈൻഡ്സ് ആണ്. തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. പക്ഷേ ഒരു 6 മാസത്തിലായിട്ട് ചാനൽ കുറച്ച് കാര്യമായിട്ട് വീഡിയോ തുടങ്ങി. 10 വർഷം നിർത്താതെ ചെയ്യുന്ന ഒരാളാണല്ലേ? മതിയോ? കൈയടിച്ചൂടെ? ഫ്രണ്ട് ബെഞ്ചസിന് മാത്രമേ എനർജി ഉള്ളൂ. ബാക്ക് ബെഞ്ചസ് അവിടുത്തെ നമ്മുടെ എങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ഫാമിലി പോലെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ പറ്റി ബിജു ഡീറ്റെയിൽഡ് ആയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു. ബിജുവിന് അവാർഡ് കിട്ടുന്നതും ആ അവാർഡ് കിട്ടുന്ന മൂമെന്റ് അതിന്റെ ഫോട്ടോ ഫുട്ടേജസ് എല്ലാം ബിജുവിന്റെ ചാനലിലും മറ്റു സോഷ്യൽ മീഡിയയിലും ഉടനെ വരുന്നതായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ ബിജുവിന് തരികയാണ് 2 വാക്ക് പറയാൻ. എല്ലാരും നോക്കിക്കോ, എനിക്ക് ദോയാണ് എന്താ പറയണ്ടേ. അങ്ങനെ നമ്മുടെ ഗെയിമും കാര്യങ്ങളും എല്ലാവരെയും പരിചയപ്പെടുത്തലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം തന്നിട്ടോ. ഇത് സ്ലൈമാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കൈ കൊണ്ട് തൊടുന്നത്. ഇത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് ഈ ഒരു ഫ്രെയിമിൽ സെറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുന്നവർക്ക് സമ്മാനവും കൊടുക്കുന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ഒരു 3 കളർ എടുത്തിട്ട് എന്തൊക്കെയോ ഒക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് എന്താ പറയുക സ്വീക്വൻസ് പോലെയുള്ള സംഭവങ്ങളും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സംഭവം അടച്ചിട്ടോ. ഇത് നമുക്കുള്ളത് തന്നെയാണ്, നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ എന്തായി ഏത് രൂപത്തിലായെന്നൊന്നും ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അടുത്തിരിക്കുന്ന ആളുകളുടെയൊക്കെ നോക്കി എങ്ങനെയുണ്ട്, എൻ്റെത് മാത്രമാണോ ഇങ്ങനെ ഇത്രയും വൃത്തികേടായതെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെത് ഈ ഒരു ലെവലിൽ ഞാൻ ചെയ്തെടുത്തിട്ട് സംഭവമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ രായ് ചേച്ചിയുടേത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ രായ് ചേച്ചി നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞിനാണ് ഇതിൽ ശരിക്കും സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചത് ഒരു കോയിൻ പൊറോട്ടയും അതുപോലെ തന്നെ നാനിൻ്റെ ഒരു പീസുമാണ്. കുറച്ച് ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കേക്കും അതുപോലെ തന്നെ പുഡിങ്ങും പിന്നെ നല്ല പരിപ്പ് പായസവും ഉണ്ടായിരുന്നു. പായസമൊക്കെ കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഐസ്ക്രീംസും ഉണ്ട് അതിൻ്റെ കൂടെ. എന്നാലും നമ്മളിത് കഴിച്ചു. CC
ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ കാർത്തിക് സൂര്യനെ കണ്ടോ. കാർത്തിക് സൂര്യനെ കണ്ടു, സംസാരിച്ചു, പരിചയപ്പെട്ടു. അങ്ങനെ കുറേ നേരം കുറേ ആളുകളെയൊക്കെ കാണാനായിട്ട് പറ്റി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും. സെക്കൻഡ് ബാച്ചിൽ വരുന്നവരെയും ഫസ്റ്റ് ബാച്ചിൽ വരുന്നവരെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് യൂട്യൂബ് തന്നിട്ടുണ്ടായിരുന്ന ഒരു സമ്മാനം. നല്ല രസമുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.